ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷാസ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഈദ് ലോഗായിട്ടാണ്. ഈ വീഡിയോയിൽ തലേ ദിവസത്തെ ഈദ് ഷോപ്പിങ്ങും പിന്നെ ഈദ് ഡേയുടെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ UAE കൊണ്ട് പെരുന്നാൾ മൺഡേ ആയാൽ മതിയായിരുന്നു എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഞായറാഴ്ച രാവ് തന്നെ പള്ളിയിൽ തക്ബീർ ചൊല്ലി തുടങ്ങി. അൽഹംദുലില്ലാ, എന്തായാലും ഞായറാഴ്ച പെരുന്നാളാണ്. പക്ഷേ ഡ്രസ്സ് മേടിച്ചിട്ടില്ല. ഓരോ ദിവസവും നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ ഷോപ്പിംഗ് പോകാനുള്ള മടി. ഇന്ന് പിന്നെ പോയേ പറ്റൂ. അങ്ങനെ 9 മണിയായപ്പോൾ നമ്മൾ കാക്കൂടെ ഫ്രണ്ട് ജെൻസൺ ബ്രോ, പിന്നെ ജെൻസൻ്റെ അനിയൻ അപ്പോക്കെ ആയിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങി. ഈ പെരുന്നാളിൻ്റെ ഡ്രസ്സ് അലൈൻ ബവാദി മാളിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ച്. അതാവുമ്പോൾ ഓരോ ഷോപ്പ് കയറി ഇറങ്ങണ്ടല്ലോ. അങ്ങനെ R&Bയിൽ കയറി ആദ്യം മിയാച്ചുന് ഡ്രസ്സ് സെറ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഒന്നും അങ്ങ് ശരിയാവുന്നില്ല. കിഡ്സിൻ്റെ കളക്ഷനൊന്നും ഇഷ്ടപ്പെട്ടില്ല. സോ അവിടെ നിന്ന് നേരെ മാക്സിലേക്ക് കയറി. അവിടെ 18 to 24 ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇയാച്ചു ആണേൽ അവിടെ നിന്ന് ഓരോ ഡ്രസ്സും എടുത്തുകൊണ്ട് ഓട്ടമായിരുന്നു. അങ്ങനെ അവനെ അവൻ്റെ ഇഷ്ടത്തിന് അങ്ങ് വിട്ടുകൊടുത്ത്. പിന്നെ നമ്മൾ അവന് വേണ്ടിയുള്ള ഓരോ ഡ്രസ്സ് നോക്കി അവസാനം കുറച്ച് ഡ്രസ്സൊക്കെ ഫൈനൽ ചെയ്ത് വെച്ച്. അങ്ങനെ അത് കഴിഞ്ഞ് കാക്കൂനും എൻ്റെ അനിയനും വേണ്ടിയുള്ള ഡ്രസ്സ് സെലക്ഷൻ ആയിരുന്നു. മാക്സിൽ ലേഡീസ് വെയർ ഒന്നും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. സോ മേടിച്ച ഡ്രസ്സൊക്കെ ഒന്ന് ബില്ല് ചെയ്യാമെന്ന് വെച്ചു. നമ്മുടെ ഷോപ്പിങ്ങൊക്കെ കണ്ട് നിന്ന് മടുത്തപ്പോഴത്തേക്കും ഫ്രണ്ട് അങ്ങ് കാര്യമായിട്ട് ഷോപ്പ് ചെയ്ത്. കണ്ടില്ലേ ആ കവറ്? എന്തായാലും അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും R&Bയിലേക്ക് തന്നെ പോയി. അവിടെ ലേഡീസ് വെയറൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇയാച്ചുവിനും പിന്നെ കാക്കുനും സെയിം കളർ ഷെയ്ഡ് ഷർട്ടായിരുന്നു മേടിച്ചത്. ആക്ച്വലി മേടിച്ച് വന്നപ്പോൾ സെയിം ഷെയ്ഡ് ആയിപ്പോയതായിരുന്നു. അതുകൊണ്ട് ഞാനും ആ തീം തന്നെ നോക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഡ്രസ്സ് റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് ബില്ലടിക്കാൻ പോയപ്പോൾ അവിടെ കുറേ കിഡ്സിൻ്റെ വാച്ചൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞിനൊരു വാച്ചും മേടിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ 2:30 മണിയായി. നോമ്പ് തുറന്നു കഴിഞ്ഞ് ഒന്നും കഴിക്കാതെ കൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. സോ തിരിച്ചു വരുന്ന വഴി എല്ലാ ഹോട്ടലും ഫുള്ളായിരുന്ന കൊണ്ട് പാർസലും മേടിച്ച് വീട്ടിലെത്തിയപ്പോൾ 3 മണിയായി.
പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് മൈലാഞ്ചി ഇടാനൊന്നും നിന്നില്ല. ബിക്കോസ് 6:30-ക്കാണ് ഇവിടുത്തെ പള്ളിയിൽ പെരുന്നാൾ നിസ്കാരം. അതുകൊണ്ട് 5:15 വീണ്ടും എഴുന്നേൽക്കണം, പള്ളിക്ക് റെഡിയാവണം. പിന്നെ ടയേർഡുമാണ്. അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങി എഴുന്നേക്കാമെന്ന് വിചാരിച്ച് കിടന്നതാ. 5:45 എഴുന്നേറ്റപ്പം. പിന്നെ ടൈമില്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. അങ്ങനെ നമ്മളെല്ലാവരും നിസ്കാരം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. ഉച്ചത്തേക്ക് ഫുഡിന് ഇക്കയുടെ ഫ്രണ്ടും പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയൊക്കെ ഉണ്ട്. ബീഫ് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇക്ക ബീഫ് മേടിക്കാൻ ലുലുവിൽ പോയി. ആ ടൈമിൽ ഞാൻ പ്രിപ്പറേഷനൊക്കെ തുടങ്ങി. മന്തി മസാല തീർന്നായിരുന്നു. സോ ആദ്യം തന്നെ മന്തി മസാല ഉണ്ടാക്കാമെന്ന് വെച്ചു. അങ്ങനെ മസാല റെഡിയായി. നെക്സ്റ്റ് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം കട്ടാക്കി. എന്നിട്ടും ബീഫ് മേടിക്കാൻ പോയ ആളെ കാണാനില്ല. ഇവിടുന്ന് 10 minutes വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ ലുലുവിലേക്ക്. സോ ആളെ വിളിച്ച് നോക്കിയപ്പോഴത്തേക്കും വഴി തെറ്റി നിൽക്കുവാണെന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ആളെത്തി. ബോൺലെസ് ഇന്ത്യൻ വേൽ മേടിച്ചത് കൊണ്ട് 2 വിസിലിൻ്റെ കാര്യമേ ഉള്ളായിരുന്നു. വെന്ത് കിട്ടിയാൽ പിന്നെ സംഭവം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. കാക്കു വീടൊക്കെ ക്ലീൻ ചെയ്ത് ഇയാച്ചുവിനെ റെഡിയാക്കുന്ന ജോലിയിൽ തന്നെ ബിസിയായിരുന്നു. ദമ്മിടുന്ന ടൈമിൽ വീഡിയോ എടുക്കാൻ അനിയനുള്ളത് കൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഗസ്റ്റൊക്കെ വന്നു തുടങ്ങി. ഇയാച്ചുവിന് പെരുന്നാൾ സമ്മാനമായി ജെൻസൺ ബ്രോയുടെ വക ഡ്രസ്സൊക്കെ കിട്ടി. ഇയാച്ചു നല്ല ഹാപ്പി ആയിരുന്നു. എല്ലാവരും എത്തിയതും ഫുഡ് കഴിക്കാനിരുന്ന്. ഈവനിങ് മാളിൽ പോയി ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് നൈറ്റ് ജബൽ ഫീത്ത് പോകാനുള്ള പ്ലാനിങ് ഒക്കെ ആയിരുന്നു ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ. അൽഹംദുലില്ലാ എല്ലാവർക്കും ഫുഡ് ഇഷ്ടമായി. അത് കഴിഞ്ഞ് ഈവനിങ് പാർക്കിൽ പോയി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. അവിടെ നിന്ന് 6 മണിയായപ്പോൾ ജിമ്മി മോളിൽ പോയി. അവിടെയും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെ കുറച്ച് കറക്കമൊക്കെ കഴിഞ്ഞ് 10:30 മണിയായി തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ. ഇനി വേണം ജബൽ ഫീത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ. അത് കഴിഞ്ഞൊന്ന് ഫ്രഷായി 12 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനാണ് പ്ലാൻ. ഇതാണ് ഗൈസ് നമ്മുടെ ഈദ് വ്ലോഗിൻ്റെ ഫസ്റ്റ് പാർട്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ ഈദ് വ്ലോഗിൻ്റെ സെക്കൻഡ് പാർട്ടായി വരുന്നവരെ ബായ്.